ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നുറുക്ക് ഗോതമ്പ്, ഒരു 3 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നന്നായിട്ട് 3 പ്രാവശ്യം ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അഴുക്കും ഇതൊക്കെ മാറ്റി നല്ല വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 വട്ടം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകാൻ എടുക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പ് വെച്ച് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് കുതിർത്തി വെച്ചതാണിത്. നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പകുതി നുറുക്ക് ഗോതമ്പും അതേപോലെ തന്നെ ഒരു പകുതി മുറി തേങ്ങ ചിരവിതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇത് കുതിർക്കാനിട്ട അതേ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ തേങ്ങയും നുറുക്ക് ഗോതമ്പും അതോടൊപ്പം തന്നെ കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു തവി ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 2 തവണയായിട്ടാണല്ലോ അരയ്ക്കണത്. അപ്പോൾ ഒരു തവി ചോറാണ് ഈ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ കുതിർക്കാനിട്ട അതേ വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 2 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നമുക്കിന്ന് അരച്ച് വരാം. അപ്പോൾ എല്ലാം നമ്മൾ പകുതി ഇതാണ് ആദ്യത്തെ ട്രിപ്പിൽ അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പകുതി അരച്ച് നമ്മളൊരു കലത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നുറുക്ക് ഗോതമ്പും അതേപോലെ തന്നെ തേങ്ങ ബാക്കി പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള തേങ്ങയും അതേപോലെ തന്നെ ഒരു തവി ചോറും കൂടി ചേർത്ത് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് അരക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട സ്പെഷ്യൽ സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് നമ്മൾ കുറച്ച് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. നമ്മൾ 3 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 അടപ്പ് ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1-2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. അപ്പം മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1-2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഓപ്ഷണലാണ്. ശരിക്കും ജീരകം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. നല്ലൊരു ഫ്ലേവറാണ് ജീരകം ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല. എന്നാലും ജീരകം ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ സെക്കൻഡ് ട്രിപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്താ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യം അരച്ച് വെച്ചതിൻ്റെ കൂടെ ഒന്നിച്ച് ഇട്ടിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഫെർമെൻറ്റേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ തലേന്ന് രാത്രിയാണ് അരച്ച് വെക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ഉപ്പ് ചേർത്ത് പിറ്റേ ദിവസം രാവിലെ ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ചുടുന്നത്. അപ്പോൾ നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കല്ലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടച്ചു വയ്ക്കാൻ പാടില്ല. ബബിൾസൊക്കെ ഒരുമാതിരി ബബിൾസൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബബിൾസൊക്കെ വന്നതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണില്ല. 1 സൈഡ് മാത്രമേ കുക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം. ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ ഒപ്പം അതിൻ്റെ ഒപ്പം പിടിച്ച് നിൽക്കുന്ന ഒരു കറിയും കൂടി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം 1-2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സവാളയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഒരുപാടൊന്നും ചേർക്കുന്നില്ല, കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നതുകൊണ്ട് ഒരു 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. ബാക്കി കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം ഒക്കെ നന്നായിട്ടൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല ഇട്ട് കഴിയുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇതിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഞാനൊരു മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 2-3 വിസിലൊക്കെ, അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചാട്ടോ, എന്നാലും ഒരു 2-3 വിസിലൊക്കെ അടിച്ച് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്. നമുക്ക് നല്ലൊരു കുറുകിയ ഒരു കറിയാണ് നമ്മൾ ഈ അപ്പത്തിൻ്റെ കൂടെ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വളരെ വെള്ളം കുറച്ചിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിനിയിപ്പോൾ ഗ്രേവി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നീട്ടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ അപ്പം കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അതുപോലെ നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അതേപോലെ തന്നെ നുറുക്കുഗോതമ്പ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. ഈ അപ്പത്തിൻ്റെ ഒപ്പം ഈ കറിയും അടിപൊളി കോംബോ ആണ്. നിങ്ങൾ എന്തായാലും ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അതേപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. തലേന്ന് അരച്ച് വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും അതേപോലെ തന്നെ കറിയുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.